മലയാളത്തിലെ മ്യൂസിക് റിയാലിറ്റി ഷോകളിൽ പ്രധാനപ്പെട്ട ഷോയാണ് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ. നിലവിൽ സ്റ്റാർ സിംഗറിന്റെ 10ാം സീസൺ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പ്രവർത്തനങ്ങളും സജീവമായി നടക്കുന്നു. രണ്ടു കൂട്ടരെയും സന്തോഷിപ്പിക്കുന്ന ഒരു പുതിയ വാർത്തയാണ് പുറത്തുവരുന്നത്. അത് മറ്റൊന്നുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ക്രിയേറ്റീവ് ടീമിനെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആദ്യമേ തന്നെ ഒന്ന് ഓർപ്പിക്കട്ടെ. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 9ഉം സീസൺ 10ഉം ഡയറക്ട് ചെയ്യുന്നത് സെർഗോ വിജയരാജ് ആണ്. ടെലിവിഷൻ പ്രൊഡക്ഷൻ രംഗത്ത് ഏറെ വർഷങ്ങളുടെ സമ്പത്തുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. സെർഗോ സർ ബിഗ് ബോസിന്റെ ക്രിയേറ്റീവ് ടീമിലേക്ക് എത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇത് സംഭവിക്കുകയാണെങ്കിൽ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻപ് ഏഷ്യാനെറ്റിന്റെ ഭാഗമായിരുന്നെങ്കിലും പിന്നീട് മറ്റ് പല ചാനലുകളുടെയും ഭാഗമായി. അടുത്ത കാലത്ത് ചെയ്ത പല ഷോകളും ഹിറ്റ് ഷോകളാകുകയും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഈ കേരളത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ ആരംഭിച്ച സരിഗമപ മലയാളം മ്യൂസിക് റിയാലിറ്റി ഷോ, ഏഷ്യാനെറ്റിലെ മൈലാഞ്ചി ഷോ, ഏഷ്യാനെറ്റിൽ തിരികെ എത്തിയ ശേഷം ചെയ്ത ഡാൻസിംഗ് സ്റ്റാർ, സ്റ്റാർ സിംഗർ സീസൺ 9, നിലവിലെ സ്റ്റാർ സിംഗർ സീസൺ 10 എന്നിവയുടെ എല്ലാം അമരത്ത് ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇവയെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും വിജയിക്കുകയും പലപ്പോഴും ഒരു മികച്ച സീസൺ സമ്മാനിക്കുകയും ചെയ്ത ഷോകളായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഷോകൾക്കുള്ള സോഷ്യൽ മീഡിയ റീച്ചും പറയാതിരിക്കാനാകില്ല. ബിഗ് ബോസ് പോലെ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാകുന്ന ഒരു ഷോയിലേക്ക് അദ്ദേഹം എത്തിയാൽ തീർച്ചയായും പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷിക്കാം. ക്രിയേറ്റീവ് ടീമിൽ ഏത് വിഭാഗത്തിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പലതരത്തിലുള്ള ടീമുകൾ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഈ വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഈ ചർച്ച കൂടുതൽ സജീവമാകാൻ കാരണം കഴിഞ്ഞ ദിവസം സെർഗോ വിജയരാജ് ലാലേട്ടനുമായി നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതോടെ ബിഗ് ബോസിന്റെ പ്രധാന റോളുകളിൽ അദ്ദേഹം എത്തും എന്ന ചർച്ച സജീവമായി. ഇദ്ദേഹം ബിഗ് ബോസിന്റെ ടീമിലേക്ക് മാറിയാൽ സ്റ്റാർ സിംഗറിന് എന്തുപറ്റും എന്ന് വേവലാതിപ്പെടുന്നവരുണ്ട്. എന്നാൽ അതിന് സാരമായ സ്വാധീനമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ബിഗ് ബോസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിലവിലെ വാരാന്ത്യ ദിനങ്ങളിലെ പ്രോഗ്രാമായ സ്റ്റാർ സിംഗർ നിർത്തിവെക്കുകയാണ് പതിവ്. പിന്നീട് ബിഗ് ബോസിന് ശേഷമാകും തുടരുക. അതായത് ഒരേ സമയം 2 ഷോകളും ടെലികാസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാനിടയില്ല. അതിനാൽ തന്നെ 2 ഷോകളുടെയും ഭാഗമായാലും അത് ഏതെങ്കിലും ഒരു ഷോയെ ബാധിക്കാനിടയില്ല. ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ സഭ്യമായ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക.